ഒത്തിരി സ്നേഹമുള്ള അലക്സച്ച, സിസ്റ്റേഴ്സ്, ചേച്ചിമാരെ, പിന്നെ നമ്മുടെ ഈ കമ്മിറ്റിയിലെ സ്തല്ലിയോൺസ് എന്ന ആ ഗ്രൂപ്പിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ എന്താണ് ഇവിടെ നിന്ന് പറയേണ്ടത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ ആഴ്ചേച്ചി വിളിച്ച് പറഞ്ഞു, ഒരു 2 വാക്ക് ഇവിടെ വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കവിതയുടെ 2 ലൈന് എൻ്റെ മനസ്സിലേക്ക് വന്നു. അത് ഇത്രമാത്രമാണ്: ഇവിടെ ഉണ്ട് ഞാനെന്നറിയിക്കുവാൻ മധുരമാം ഒരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് സാക്ഷ്യമായി ഒരു തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയും ഉണ്ടാകുമെന്നതിൻ അടയിരുന്നതിൻ ചൂട് മാത്രം മതി. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം വേണമെങ്കിൽ ഈ ഒരു കുഞ്ഞിയൊരു പക്ഷിയോട് നമുക്ക് ഉപമിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെയൊക്കെ പുതിയൊരു തലമുറയെ എപ്രകാരമാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് എന്ന് ഈ കവിതയിലുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ അടയിരുന്നതിൻ്റെ ചൂട് കൊടുത്താണ് നമ്മൾ കുട്ടികളെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു 33 വയസ്സുകാരൻ തൻ്റെ 12 ശിഷ്യന്മാരെ ഒരുമിച്ച് ചേർത്ത് അവൻ്റെ ചൂടെല്ലാം കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്ന ആ സഭ, ആ ക്രൈസ്തവ സമൂഹം ഇന്ന് ഇവിടെ ഇത്രമാത്രം പടർന്ന് പന്തലിച്ച് നിൽപ്പുണ്ടെങ്കിൽ അവൻ നൽകിയ ആ ചൂട് പറ്റി തന്നെയാണ് നമ്മളൊക്കെ ഇന്നിവിടെ ജീവിക്കുന്നത്. ഉയർപ്പ് തിരുനാളിൻ്റെ ആഘോഷങ്ങൾ നമ്മളിവിടെ നടത്തുമ്പോൾ തമ്പുരാൻ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ: എല്ലാം അവസാനിച്ചു എന്ന് നമ്മൾ കരുതിയിരിക്കുമ്പോഴും, സ്നേഹിച്ചവരൊക്കെ ഒളിച്ചോടി മാഞ്ഞ് മറിഞ്ഞപ്പോഴും ഒന്നും അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവന് ഉയർപ്പിലേക്ക് ഉയർത്തെഴുന്നേൽക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതവും ഇങ്ങനെ തന്നെയാണ് പ്രിയമുള്ളവരെ. എല്ലാം അവസാനിച്ചു, കൂട്ടുകാരൊക്കെ നമ്മളെ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞ് ജീവിതം പോലും അവസാനിപ്പിക്കുവാനായിട്ട് ഇങ്ങനെ മനസ്സിങ്ങനെ വിമ്പൽ കൊള്ളുമ്പോഴും, ജീവിതത്തിന്റെ അക്ഷരങ്ങൾ ഒരിടത്ത് ചെന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കുത്തി നിർത്താനായിട്ട് നമ്മളിങ്ങനെ വെമ്പൽ കൊള്ളുമ്പോഴും, ആ ഫുൾ സ്റ്റോപ്പ് ഇട്ട ആ പേന ഒന്നും കൂടെ അമർത്തിപ്പിടിച്ചിട്ട് ഒരു ചെറിയൊരു കോറലും കൂടെ അടിയിലേക്ക് ഇട്ടാൽ അതൊരു കോമയായിട്ട് മാറും. പിന്നെ നമുക്ക് അവിടെ നിന്ന് ആ ഒരു ജീവിതം വീണ്ടും തുടങ്ങാം. അതാ തമ്പുരാന് ഉയർപ്പിലൂടെ നമുക്ക് നൽകുന്നത്. നമ്മൾ ജീവിതം എവിടെ അവസാനിച്ചു എന്ന് നമ്മൾ കരുതിയിരിക്കുമ്പോഴും ആ ഫുൾ സ്റ്റോപ്പിൽ കുത്തിയിട്ട് ഒരു ചെറിയൊരു വരയും കൂടെ കോറിയിട്ടിട്ട് വീണ്ടും ജീവിതം തുടങ്ങാം, വീണ്ടും ഒരു ഉയർപ്പിലേക്ക് തുടങ്ങാമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തമ്പുരാൻ നമുക്ക് തന്നു. പ്രിയമുള്ളവരെ, ഈ കൂട്ടായ്മ, സൗഹൃദ കൂട്ടായ്മ ഇവിടെ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും ഈസ്റ്ററിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്. അതേപോലെ തന്നെ ഇന്ന് മെയ് 1 നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരാ. തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ ജോസഫിന്റെ തിരുനാളാണ് ഇന്ന്. ജോസഫ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്: മുലപ്പാല് കൊണ്ട് മാത്രമല്ല, ആരൊക്കെയോ ഒഴുക്കിയ വിയർപ്പ് തുള്ളികൾ കൊണ്ടും കൂടിയാണ് നമ്മൾ വളർന്നതും വലുതായതുമെന്ന്. വലിയൊരു മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് ജോസഫ് നമുക്ക് നൽകിയത്. എല്ലാവർക്കും ഈസ്റ്ററിന്റെയും തൊഴിലാളി ദിനത്തിന്റെയും ഏറ്റവും നല്ല മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you so much, Manuel Acha.